ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ കരുതി. എന്ന് വെച്ചാൽ എല്ലാവരും പറയും വാട്ട് ടു തിങ്ക് എന്നുള്ളത്. നമ്മൾ പറയുകയാണ് ഹൗ ടു തിങ്ക്, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത്. ഒരു ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ someone gives you question, someone gives you syllabus, someone gives you time and someone gives you the method. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലൈഫിലേക്ക് മാറുമ്പോൾ you often don't know if the question exists or what would be the question. അതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ ആരുമില്ല അല്ലേ. സെയിം തിങ് ലൈഫിന് പകരം ക്ലാസ് റൂം എക്സാം ആണെന്നുണ്ടെങ്കിൽ, എക്സാം ഹാളാണെന്നുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻസ് ഇല്ല, അല്ലാതെ ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ല, ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ആർ കെ നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ് എൻ്റെ ഒരു ഇതുണ്ട്. പണ്ട് പഠിച്ചത് കോളേജിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്വാമി എന്ന ക്യാരക്ടറുണ്ട്. ഈ സ്വാമി എന്ന ക്യാരക്ടർ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ബഹളം, കുട്ടികളാണെന്നുണ്ടെങ്കിൽ വിസ്പർ ചെയ്യുന്നു, ഇങ്ങനെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇവിടെ കുട്ടികളിങ്ങനെ മെല്ലെ മെല്ലെ അടക്കം പറയുന്നു, സ്വകാര്യം പറയുന്നു. സ്വാമി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. സ്വാമി പുറത്തേക്ക് നോക്കി എന്നിട്ട് സ്വാമിയുടേതായ ഒരു വേൾഡാണ്. പക്ഷേ വി നെവർ നോ സ്വാമി അതിനോട് എന്താണ് ചിന്തിക്കുന്നത്. കാരണം അതൊരു ബിൽഡിംഗ് സ്റ്റേജ് ആണല്ലോ. ഇപ്പം എം എൻ വിജയൻ എന്ന് പറഞ്ഞ വളരെ സൈദ്ധാന്തികൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു ടീച്ചറായിരുന്നു, വളരെ ഒരു താത്വിക ആചാര്യനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, ഈ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളാണ് ജീവിതത്തിൽ നേടുന്നത്. കാരണം അവരൊരു 4 ചുമരിൻ്റെ ഇടയിലുള്ള വിൻഡോയിൽ കൂടെ അവർ പുറത്തേക്ക് നോക്കുമ്പോൾ അവരെ കണ്ണുകൾ ആ വിൻഡോൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു, ആ നീലാകാശം കാണുന്നു. പഠിപ്പിച്ചയാൾ എന്താ ചെയ്യുന്നത്, പഠിപ്പിച്ചയാൾ അവർ കേൾക്കുന്നത് മാത്രം അത് പെർസീവ് ചെയ്യുന്നു എന്നുള്ള ഒരു എനിക്ക് കിട്ടും. ഒരു മെത്തഡോളജി തിങ്കിങ്ങിൽ അത് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലൈക്ക് ഡിസൈൻ തിങ്കിങ് എന്നുള്ളൊരു സംഭവം ഇന്ന് വളരെ എന്താ പറയുക, ഒരു സംസാര വിഷയമാണ് ഡിസൈൻ തിങ്കിങ് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സാണെന്നുണ്ടെങ്കിലും, നമ്മളൊരു ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, എന്താണെന്നുണ്ടെങ്കിലും അവിടെ എമ്പത്തി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എമ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെയാണ് അത് പെർസീവ് ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, അയാളുടെ ഒരു പെർസെപ്ഷൻ എന്താണ്, അയാളുടെ എന്താണ് അദ്ദേഹം എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അഡ്വർടൈസിങ് ഫീൽഡാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ റിയൽ ആയിട്ടുള്ള പെയിൻ ഏരിയാസ് എന്തൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഹൗ ദേ ഹാഡ് ബീൻ, അല്ലെങ്കിൽ ഡൗൺ ദ ലൈൻ അവരെങ്ങനെ ആയിരിക്കണം, അവരുടെ ആസ്പിറേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്കത് അസ്യൂം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരെ ബാധിച്ച് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി മോർ സീരിയസ് അബൌട്ട് ഇറ്റ്. അതുമാത്രമല്ല, നമ്മളതിനെ കുറച്ചും കൂടെ എമ്പത്തറ്റിക്കായിട്ട് കാണുമ്പോൾ ദ ഡിസൈർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസൈർഡ് റിസൾട്ട് വിൽ കം. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ നേരത്തെ ക്ലാസ് റൂമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ലൈഫിലേക്ക് വരുമ്പോൾ ക്ലാസ് റൂമിൽ വി ഡിസൈഡ്സ് അവർ ടൈം അല്ലേ. എക്സാം ഹാളിൽ അങ്ങനെയല്ല, someone else decide and we tend to finish within the time frame അല്ലേ. അപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ നമുക്കത് എക്സാം ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ എത്രയോ ഹവേഴ്സ് എടുത്ത് നമ്മൾ പഠിച്ച സംഭവങ്ങൾ ആ പർട്ടിക്കുലർ ടൈമിനുള്ളിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെച്ചതും അല്ലാത്ത കാര്യങ്ങൾ, ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അത് തന്നെയാണ് ലൈഫിൽ നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന സംഭവം. സോ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് വാട്ട് ടു തിങ്ക് എന്നാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട്, ഇറ്റ് ഷുഡ് ബി ഹൗ ടു തിങ്ക്. ഒരു ടേം ഉണ്ട്, റബ്ബർ ഡക്ക് ഡീബഗിങ് എന്ന സംഭവമുണ്ട്. റബ്ബർ ഡക്ക് ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമർ പുള്ളി കുറേ കോഡ് എഴുതിയിട്ടൊന്നും റിസൾട്ട് വരുന്നില്ല. അപ്പോൾ പ്രോഗ്രാമിനിടയിൽ കണ്ടമാനം കുത്തും കോമിങ്ങാനൊക്കെ ഉണ്ട്. ഏതെങ്കിലും ചിലപ്പോൾ ഒരു കോമേൻ്റെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു
സിമ്പിളിൻ്റെ പ്രശ്നമായിരിക്കും അവിടെ റിസൾട്ട് വരാത്തതുകൊണ്ട്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം വേറെ ചോദിക്കുന്നതിന് പകരം ഈ റബ്ബർ ഡക്ക് എന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഒരു യെല്ലോ കളറുള്ള സംഭവം, ചെറിയ ക്യൂട്ട് ആൻറ്റിസ്. അത് സൈഡിൽ വെച്ചിട്ട് ആ ഡക്കിനോട് ഇയാൾ പറയുകയാണ് തുടക്കം തൊട്ടിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതിനുശേഷം അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പേഴ്സണോട് പറയുന്ന പോലെ വളരെ സിസ്റ്റമായിട്ട് പറയുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ഒരു യു എസ് പോയിന്റ് ഒരു സൊല്യൂഷനിലേക്ക് അയാളുടെ മൈൻഡ് മാറുകയാണ്, ചിന്ത മാറുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടും. വളരെ ഫേമസ് ആണ് റബ്ബർ ഡക്ക് ഡീബഗിംഗ് എന്നുള്ള. അത് ആ പ്രോഗ്രാമിനെ നന്നാക്കി അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, ഏത് പോയിൻ്റാണ് പറ്റിയത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡായിട്ട് ഇന്നത്തെ അല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ സംഭവമാണ്. അതേപോലെ തന്നെ വേറെ പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലായ സംഭവം, അതായത് ഡെക്കിനൊന്നും അറിയില്ല, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ മെറ്റഫോർ. ആ മെറ്റഫോറിനെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമുക്കിങ്ങനെ ചില കുട്ടികൾ കാണാം, എന്ന് വെച്ചാൽ അവർ നടന്നു പോകുമ്പോൾ വഴിയിൽ കാണുന്ന ചെടികളോടും അല്ലാന്നുണ്ടെങ്കിൽ പൂക്കളോടൊക്കെ വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുട്ടികൾ കാണും. നമ്മൾ പറയും ആ കുട്ടിക്ക് എന്തെങ്ങനെ ചെയ്യണം, പക്ഷേ അവരുടെ ഐക്യം വളരെ കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അവർ ജസ്റ്റ് റിലീസിങ് സംതിങ്. ഈവൻ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്ലാസിബോ മെഡിസിൻ എന്ന് പറഞ്ഞ മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് ഇല്ല. പക്ഷേ എഫക്റ്റ് ഇല്ലാത്തൊരു മെഡിസിൻ കൊടുക്കുമ്പോൾ ആ മെഡിസിൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ പേഷ്യൻസിൽ ഉണ്ടാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ചിലപ്പോൾ ചില ട്രീറ്റ്മെൻറ്റിന് കുറച്ച് സമയം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പേഷ്യൻസ് അതിൻ്റെ പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഗുണമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു റിയാക്ഷനും ഇല്ലാത്ത മരുന്ന് കൊടുക്കും. ദാറ്റ് ഈസ് പ്ലാസിബോ മെഡിസിൻ. അത് ഈവൻ മാനേജ്മെൻറ്റിലും അത് ഗുണം ചെയ്യും. നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് അത് അവരോട് ഇപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ ഇനാക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് വൈ ആർ വി ഇനേർട്ട്, ദർ ഈസ് നത്തിങ്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അവർക്ക് കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ അപ്പോഴേക്കും അവർക്ക് ടെൻഷൻ ആവും. ഇൻ ദ സെൻസ് നത്തിങ് ടു ഡു, വി ബീൻ സിറ്റിംഗ് ഐഡൽ. അപ്പോൾ പിന്നെ ഇനി എന്തുള്ള. അപ്പോൾ അത്തരം ആളുകളെ ആശ്വസിപ്പിക്കാനും അത്തരം ആളുകളെ ജസ്റ്റ് മേക്ക് ദം ഹാപ്പി രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ചില ഡമ്മിയുടെ സംഭവങ്ങൾ വയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മളൊരു സ്ട്രീമിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫോക്കസ് മാത്രം കണ്ടുപോയാൽ പോരാ. ഹൗ ഡു വി ഗെറ്റ് അതേഴ്സ് അലോങ്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ട്, മൂഡ് സ്വിങ്സ് എങ്ങനെയുണ്ട്, മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒബ്സസ്ഡ് ആണോ, ഇവർ എന്തെങ്കിലും ഒരു പ്രീഓക്യുപ്പൈഡ് മൈൻഡിലാണോ, ഇതൊക്കെ കവർ ചെയ്തിട്ട് ഉള്ള ഒരു ടീം വർക്കാണ്, അല്ലെങ്കിൽ ടീമിനെ ലീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഡിസൈർഡ് റിസൾട്ട് കിട്ടുന്നത്. ആ ഡിസൈർഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ലൈക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഇനേർട്ടായ ആളുകൾ പോലും ചിലപ്പോൾ അതിലേക്ക് മിക്സ് ആയിത്തീരും. ഡിസൈർ സൈക്കോളജിയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ എന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 പേരുടെ ടീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 പേരും ഒരേ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒരേ വേവിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി നിൽക്കും. അപ്പോൾ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ബാക്കിയുള്ളത് അതിനെ ആ മോഡിലേക്ക് ഇത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ചില പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ചില അൺഫിൽഡ് ആയിട്ടുള്ള ഡോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു കാണുമ്പോൾ ടു ലുക്ക് ലൈക്ക് ഇറ്റ്സ് ബീൻ ഫീൽഡ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ കാരണം ഒരു ലീഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ ലീഡറിന് എന്താണ് എക്സിബിറ്റ് ചെയ്യാനുള്ളത് വെച്ചാൽ മൈ ടീം ഹാസ് ഡൺ, മൈ ടീം ഹാസ് പെർഫോം വെൽ, അല്ലെങ്കിൽ അത് ആ ടീമിന് പുറത്തേക്കും ടീമിൻ്റെ വിതിൻ ദ ടീമും അത് എന്ത് ചെയ്യണം, ആ ഒരു കൺവിക്ഷൻ വന്നാലാണ് അതിനെ ഒരു മോട്ടിവേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ടീം സ്പിരിറ്റിനോ ഒക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ഹൗ ടു തിങ്ക് എന്നുള്ള ഒരു സംഭവം എന്നാണ്. സോ ഹൗ ടു തിങ്ക് എന്നുള്ളത് വാട്ട് ടു തിങ്ക് എന്തെന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. ആ സബ്ജക്റ്റിൻ്റെ
സറൗണ്ടിങ്സ്, ആ എക്കോസിസ്റ്റം എങ്ങനെ ആ സബ്ജക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നു, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, ഫിസിക്കലി ഓർ സൈക്കോളജിക്കലി. അത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് പ്രീഎംപ്റ്റീവായിട്ട് എന്തെങ്കിലും എഫക്ട്സ് വരുമ്പോൾ അത് നള്ളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സ് നമ്മളിതിൻ്റെ കൂടെ തന്നെ ചിന്തിക്കണം. അപ്പോൾ 2 രീതിയിലാണ്. ഒന്ന് ആസ് എ ലീഡർ, 2 ആസ് എ സപ്പോർട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്റ്റീവ് ആവാം, അല്ലെങ്കിൽ 10-20 പേരുള്ള ടീമിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് എങ്ങനെ ഉയർന്നു വരാം എന്നുള്ളത് ഒരു ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുമ്പോൾ പിന്നെ വി ക്യാൻ മേക്ക് ദാറ്റ് ഹാപ്പൻ. OSB and M International. Manjeri and Dubai. IGBT Bypass Junction, Manjeri. Mobile 759-297-9297.